മൂകാംബികയെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെത്തിയത് മുരുടേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഉണ്ടല്ലോ ഒരു മണി സമയം അതിനാടെ എത്തുമ്പോൾ 12:45 വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നല്ല അമ്പലത്തിൻ്റെ മുന്നിലെത്തുമ്പോഴത്തേക്ക് 1 മണിയായിന്. നട്ടപ്പൊരിന്ന് വെയിൽ എന്ന് ചോദിച്ചാൽ അമ്മാതിരി വെയിൽ, കരിഞ്ഞുണങ്ങി എന്നാ പറയാം, അവശയായിന്. എന്നാലും ഇഷ്ടം പോലെ ജനങ്ങൾ ആ വെയിലൊന്നും വകവെക്കാണ്ട് നടന്നു പോകുന്നതാണെന്നുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ക്ഷീണം വരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മളും അവരിൽ ഒരാളായിട്ട് ആ വെയിലും കൊണ്ടിട്ട് കാറ്റത്തിളക്കിയ കോയിനെ കൊണ്ട് പറഞ്ഞ പോലെ ഇങ്ങനെ പ്രാച്ചി ഓരോ ദിക്കിലേക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തെല്ലാം കാഴ്ചകൾ, ഇതൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ തീരാ നഷ്ടം. അതുകൊണ്ട് വെയിലൊന്നും വക വെച്ചതേ ഇല്ല, എല്ലാ കാഴ്ചകളും കണ്ടു. ആ വെയിലിനൊരു ശമനം കിട്ടിയതുണ്ടല്ലോ, ഇതാ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കയറിയരാന്ന്. ഒരു 10 ഉറുപ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നട്ടാ. എൻ്റെ രാജാട്ടൻ പറയുന്നത് മെല്ലനം നടന്നാൽ മതി, തിരക്കൊന്നും കൂട്ടണ്ട, ഞങ്ങൾ ബേജാറൊന്നും ആവണ്ട, മെല്ലനം നടന്നാൽ മതി. കാരണം എന്താണെന്നറിയാം, ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എ സി ആണ്. ആ നട്ടപ്പൊരിന്ന് വെയിലത്ത് നമ്മൾ ഈ എ സിയിൽ വന്നാൽ സുഖം നമ്മൾ പറഞ്ഞറിയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടും അതിനുള്ളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടും അത് വീഡിയോ പിടിച്ചുകൊണ്ടും ഇങ്ങനെ നടന്ന് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കൂട്ടി. കഴിഞ്ഞുപോയ ഏതോ പുരാണ കഥ ഇങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇതാണ്. ഇങ്ങനെ ഓരോ പ്രതിമകൾ ഇങ്ങനെ വെച്ചിട്ട് അത് എന്തോ ഒരു വോയിസ് ഇങ്ങനെ അവിടുന്ന് റെക്കോർഡിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാണെന്നറിയുന്നില്ല, സംഭവം ഹിന്ദിയിലായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ അതിൻ്റെ ഓരോ നമ്മൾ ഈ ചിത്രകഥയെല്ലാം കാണുന്നില്ലേ, ഇങ്ങനെ ഓരോന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, അതുപോലെ എന്തോ സംഭവമാണ് ഇങ്ങനെ അവർ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ നാരദനെ കണ്ടേരം എനക്ക് നമ്മളെ നാട്ടിലെ 2-3 മുഖങ്ങൾ അങ്ങ് മിന്നി മറിഞ്ഞ് മനസ്സിൽ ഓടിയെത്തിയട്ടാ. നിങ്ങൾ വിചാരിക്കുന്നത് നാരദനെ കണ്ടേരം എന്തിനാപ്പോൾ ഓക്കെ ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാർ ഓർമ്മ വന്നേന്നല്ലേ? ചില ആൾക്കാർ അങ്ങനെയുണ്ട്, അപ്പുറം ഇപ്പുറം കത്തിക്കുന്ന ആൾക്കാരുണ്ട്. നാരദൻ്റെ സ്വഭാവം അതന്നെയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ, ഓഹ് എന്നാ ഒരു അനുഭൂതി ദൈവമേ. ആ എ സീൻ്റെ കുളിരും കൂടി ആകുമ്പം പിന്നെ പറയേ വേണ്ട. നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിനൊരു പരിധിയില്ലേ. എങ്ങനെയായാലും ഈ കുന്നിൻ്റെ മേലെ നിന്ന് താഴോട്ടേക്ക് കിഞ്ഞു പോകണ്ടേ എൻ്റെ പൊന്നോ. താഴോട്ടേക്ക് കിഞ്ഞു പോകുമ്പോൾ സ്റ്റെപ്പിൻ്റെ താഴോട്ടായിട്ടാണ് നമ്മൾ ചെരുപ്പ് അയച്ച് വെച്ചിന്. ആ സ്റ്റെപ്പ് അങ്ങ് ഒരു 10-15 സ്റ്റെപ്പ് ഉണ്ട് തോന്നുന്നു. മറ്റേ തീൻ്റെ അകത്ത് ചവിട്ടിയിട്ട് നമ്മൾ നടക്കുന്നില്ലേ, അതുപോലെ ചൂടായിന്. കാരണം ചെരുപ്പിടാണ്ട് ആ കയറി വന്ന അവസ്ഥേൻ്റെ ഇരട്ടി ചൂട്. ചെരുപ്പ് നോക്കുമ്പോഴത്തേക്ക് ചെരുപ്പും ചൂട്, എല്ലാം കൂടി ആകെ മൊത്തം ചൂടുമയം. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് താഴെ പോയിട്ട് ഒരു മാംഗോ ബാർ വാങ്ങി. മാംഗോ ബാർ കഴിക്കുമ്പോഴുള്ളൊരാശ്വാസം അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓഹ് അണ്ണാക്കെല്ലാം ഒട്ടിപ്പോയിനട്ടാ. പക്ഷേങ്കിൽ ഈ കാഴ്ച കണ്ണിനും മനസ്സിനും വളരെ നല്ല കുളിർമ നൽകിന്. അതിൻ്റെ കൂടെ ഒരു ഐസ് കൊണ്ട് നമ്മളെ കുടലും ഒന്ന് തണുപ്പിച്ചു. അങ്ങനെ വീട്ടിലെ കാഴ്ചയും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റേഷനിലേക്കാണ് ഭക്ഷണവും കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി വന്നിന്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി, എല്ലാവർക്കും സീറ്റ് കിട്ടീന്. പക്ഷേ എങ്കിൽ വരുമ്പോൾ എന്ത് ചെയ്തെന്നറിയാം, ഒരു കമ്പാർട്ട്മെൻറ്റിന് തന്നെ 2 ഭാഗത്തായിപ്പോയി നമ്മൾ. അതുകൊണ്ട് അത്ര വലിയ ജോലി ഇല്ലെങ്കിലും അത്യാവശ്യം ജോലിക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അവർ കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി നിർത്തുന്ന സമയത്തെല്ലാം എണീച്ച് വരുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 11 മണിയായിന്, 11-11:30 രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ട്രെയിനിലൊരു സംഭവം ഉണ്ടായിന്. നമ്മളെ ബാഗെല്ലാം ഇങ്ങനെ വലിച്ച് ഏതോ ഒരുത്തം വന്നിട്ട് ചാടുന്നു. അപ്പോൾ എൻ്റെ രാജേട്ടൻ പറഞ്ഞു, പിന്നെ അതൊന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ചാടുന്നു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പൊട്ടുന്നുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ വിചാരിച്ചു ഇയാളെന്തോ വെള്ളാറ്റം കുടിച്ചിട്ടിരിക്കുന്നതാണ്, അതിൻ്റെ ഉള്ളിൽ ഇനി വെള്ളമുണ്ട് എന്നിട്ട് പറയുന്നു. പൊട്ടുന്നൊന്നുമില്ലല്ലോ എന്നാക്കിയിട്ട് ഓൻ ചെറിയൊരു കലവിലയാക്കീന്. കാരണം ഒന്നുമല്ല, അതിൻ്റെ കൂടെ 2-3-4 ചങ്ങായിമാരുണ്ട്, അവരെവിടെയോ പോയിട്ടേറ്റം വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു പവർ, 2 ആളെ കാണുമ്പം ചിലയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, സൊള്ളു കുറച്ച് കൂടുമല്ല. ആ കൂടലെല്ലാം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നാലെ അടങ്ങീന്. നമുക്ക് വണ്ടി ഉണ്ടല്ലോ, നമ്മളെ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിട്ടില്ല, നമുക്ക് കണ്ണൂരേക്കാന്ന് കിട്ടീന്. അപ്പോൾ കണ്ണൂർ വന്നിട്ട് ആടുന്ന ബസ്സിന് കഴിഞ്ഞിട്ട് ചുങ്കത്തേക്ക് വന്നിട്ട് ആടുന്ന ഓട്ടോനാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു. എല്ലാവരും വീഡിയോ കാണുക ഫുള്ളായിട്ടും, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് പറ്റുമെങ്കിൽ ഷെയറും ചെയ്തോ കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോ കാണേ.